ഗുഡ് മോർണിംഗ് ഗായ്സ്, ഡേ 2 അറ്റ് ഫ്രാൻസ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റു. താഴെ കുറച്ച് പേരൊക്കെ കാണാനൊക്കെ ആയിട്ട് പോയേക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ കുർബാന ഉണ്ട്. അപ്പോൾ അവൾ കുർബാന കൂടാൻ വേണ്ടി പോയേക്കുക. ഞാനതുകൊണ്ട് തിരിച്ച് റൂമിലോട്ട് പോയി കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മ്യൂസിയത്തിൽ പോകാനാണ്. മ്യൂസിയത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇന്നലെ വെതറൊക്കെ അടിപൊളിയായിരുന്നു. ഇന്നത്തെ നല്ല വെതറൊന്നുമല്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു 8:30 ആയപ്പോഴേക്കും എണീറ്റ് 9 ഒക്കെ ഇപ്പോൾ റെഡി ആയി നിന്നു. അപ്പോൾ ഇന്ന് 10:30 ആകുമ്പോൾ എന്താ പറയുക, 10:30 ആകുമ്പോൾ കുർബാന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ ആൻറ്റി നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി കൂട്ടാൻ വേണ്ടി. അപ്പോൾ അവളിപ്പോൾ കുർബാനയ്ക്ക് പോയേക്കുവാണ്. ഇനി കുർബാന കഴിഞ്ഞ് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ മ്യൂസിയം കാണാൻ വേണ്ടി പോകും. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഏകദേശം 10:30 ആയിട്ടുണ്ട്. അപ്പം 1 മണിക്കൂറാണ് അവിടുത്തെ കുർബാന. 11:30 ആകുമ്പോൾ കുർബാന കഴിയും. ഞാൻ കുർബാന കൂടാത്തത് കൊണ്ട് ഞാൻ മുകളിലോട്ട് പോന്നു. താഴെ കുറച്ച് അമ്മമാരെയും അപ്പന്മാരൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ നേരെ മുകളിലോട്ട് വന്നു. അവർ കുർബാന കൂടാൻ വേണ്ടി പോയി. ഇനി കുർബാന കഴിയുന്നത് 11:30 ആകുമ്പോഴാണ്. അപ്പോൾ വീണ്ടും താഴെപ്പും കുറച്ച് പേരും കൂടെ കാണാനുണ്ട്. അവരെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന ഒരു 2 മണിക്ക് ആകുമ്പോഴാണ് മ്യൂസിയം കാണാൻ വേണ്ടി പോകാൻ പറ്റുക. അപ്പോഴാണ് കൊണ്ടുപോകാനായിട്ട് ആൾ വരാം. അപ്പം ഇന്നത്തെ ഒരു ഓവറോൾ പ്ലാൻ എന്ന് പറയുന്നത് മ്യൂസിയം കാണാൻ പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസ് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിലാണെന്ന് പറഞ്ഞല്ലോ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നു. ഇവിടെ ബർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെക്കാനായിട്ട്. കഴിഞ്ഞാൽ ഇത് ഒരു ഓപ്പൺ പ്ലേസ്, ഹോളൊക്കെ പോലെ. ഇത് പുറത്തേക്കുള്ള വ്യൂ. പിന്നെ ഇവിടെ ഒരു കുട്ടി കിച്ചൺ ഉണ്ട്. ഒരു കുട്ടി കിച്ചൺ. പിന്നെ ഇതാണ് ഞങ്ങൾ കിടക്കുന്ന റൂം. 2 കട്ടിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഇവിടെ 2 കിച്ചൺ, സോറി ബെഡ് തെറ്റിപ്പോയി. പിന്നെ ഞങ്ങളുടെ ബാത്റൂം. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഞങ്ങളുടെ റൂമാണ്. നല്ല കോസി റൂമാണ് ഞങ്ങളുടെ. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുർബാന ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണത് കഴിയുന്നവരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ കാണാൻ വേണ്ടി പോകും. ഇന്ന് ഗൈസ് ഫ്രാൻസിലെ പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടോളൂ. മ്യൂസിയം കാണാൻ വേണ്ടി പോവാ. ആണോ? ഇവിടുന്ന് കുറെ പോണോ? ഒരു അരമണിക്കൂർ കാണുമായിരിക്കും. നമ്മളിപ്പോ കാറിലാണ് പോണത്. ഇതവിടുത്തെ ആരാ ഈ വണ്ടി ഓടിക്കണേ? അത് ഇവിടുത്തെ ഒരു അപ്പാപ്പൻ. ഓക്കെ, കുപ്പി. നമ്മള് വന്നേക്കോ ഗൈസ്. ഇവിടെ അതാണ് മ്യൂസിയം. ഇതാണ് നമ്മളെ അപ്പാപ്പൻ. ബോൺജോർ. Musée. Oui, moi je vais. C'est un gros chat. Bonjour. എന്ത് ഭംഗിയാ. D'accord. C'est la scène qu'on a reçue dans le château. Il y avait des blessés partout ici. Et malheureusement, les gens qui sont là aussi, c'est la scène qui
Là, on sait que c'est parti du Commonwealth. സിസ്റ്റർമാരാണ് നോക്കുന്നത് നന്നായി സിസ്റ്റർമാർ നേഴ്സുമാർ Cette convention. Alina's French boyfriend. My new Netherlands, French boyfriend. എല്ലാ പിള്ളേർക്കും ഒരേ പാവോട് കൊടുക്കും Sous tes étoiles, je veux rester. La la la, douce clarté, ma belle Paris, pour l'éternité. Sous le ciel brillant, ma ville respire. Les étoiles dansent, la Seine soupire. Oh Paris, oh Paris, oh Paris, oh Paris. Chaque éclair en doux secret, chaque pont s'ouvre au cœur discret. Tour Eiffel dorée, flamme levée, ma belle Paris, tu es étoilée. Oh Paris, oh Paris, Paris. Oh Paris, oh Paris. ഇപ്പൊ എവിടേക്ക് പോണോണ്ടോ പറയും. നമ്മളിപ്പോ ഒരു പള്ളിയിലാണ് ഒരു അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന ഒരു പള്ളി. ഓക്കെ. Dans la nuit tendre, l'amour s'installe. Tes lumières chantent. ഇന്ന് ഈവനിങ്ങത്തെ ഫുഡാണ് കഴിച്ചത്. ഇതിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്, പക്ഷെ ബ്രുഷാറ്റ എന്നാണ് ആൻറ്റി പറഞ്ഞു തരുന്നത്. തക്കാളി വേണ്ട, മിമി ഓൺലി. മിമി എൻ്റെ ഉരുളൻകിഴങ്ങാണ്. ആർത്തികൊണ്ടേ ഇതിന്റെ ടേസ്റ്റ് അറിയാനുള്ളൊരു Douce clarté, ഇതിങ്ങനെ വരുന്ന മീനാണ് കൊള്ളൂലേ നമുക്ക് വേവിക്കാം അവിടെ കഴിക്കില്ലല്ലോ അതൊക്കെ ഡിപ്പെൻസ് അപ്പോൾ മൂഡ്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഞാൻ മൊത്തം കഴിക്കാൻ പോകും ശേഷം പിന്നെ 10 മണിക്ക് എനിക്ക് പിന്നുണ്ടല്ലോ. 10 മണി